നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തിൽ റിലീസായ ദയാസാഗരം എന്ന ക്രിസ്ത്യൻ ആൽബത്തിൽ നിന്നുള്ള ദയാസാഗരം എന്നുള്ള പാട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് KG മർക്കോസാണ്. പ്രസിദ്ധനായ ക്രിസ്ത്യൻ ഗാനാലാപനം നടത്തിയിട്ടുള്ള ആൾ. നമുക്ക് വേണ്ടി ഇന്നിവിടെ ഇത് പാടിയിരിക്കുന്നത് ശശി പ്രസാദ് എന്ന ഗായകനാണ്. നമുക്ക് പാട്ടൊന്ന് കേൾക്കാം. ദയാസാഗരം നീ വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ. കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ മനുഷ്യൻ്റെ തീരാത്ത ദാഹത്തെപ്പറ്റി ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു രചന തന്ന മൈക്കിളച്ചന് സ്വാഗതം. വളരെ അധികം ഫീലിങ്ങോടുകൂടി കേട്ടിട്ടുള്ളൊരു പാട്ടാണ് ഞാനിത്. കാരണം അതിൻ്റെ കമ്പോസിങ്ങും ലിറിക്സും എല്ലാം നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് കണ്ടമാനം. അച്ഛനെന്ത് തോന്നുന്നു? ശരിയാണ്. ആ ട്യൂൺ, ആ ഈണം ശ്രീ സണ്ണി സ്റ്റീഫൻ എൻ്റെ മുമ്പിൽ ആലപിച്ച് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം ദയാസാഗരം എന്ന ആ പദം തന്നെയാണ് അന്ന് പാടി തുടങ്ങിയത്. ദയാസാഗരം നീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡമ്മിയിട്ട് പാടുകയായിരുന്നു. എന്നിട്ട് ആ ട്യൂണിലേക്ക് എന്നോട് എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഈ ആൽബത്തിൻ്റെ ടൈറ്റിൽ സോങ് ആകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് ദയാസാഗരം എന്ന വാക്ക് തന്നെ വരണം. ആ ദയാസാഗരം എന്ന വാക്കിനെ കൂട്ടി വേണം എഴുതാൻ. അങ്ങനെ ചില സംവിധായകന്മാർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദയാസാഗരം എന്ന ആ വാക്ക് ആദ്യ വാക്കായി വെച്ചുകൊണ്ടാണ് നമ്മളത് എഴുതുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് ധ്യാനം നടന്നിട്ടുണ്ട്, മനനം നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് ഈശോയെ ദയാസാഗരമായി കണ്ടുകൊണ്ട് ഈശോയോടുള്ള നമ്മുടെ ഒരു ഭക്തൻ്റെ എല്ലാ സ്നേഹവും ആവിഷ്കരിക്കത്തക്ക രീതിയിൽ ആ ഒരു വ്യാഖ്യാനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ദയാസാഗരമാണ്, അവിടുന്ന് വ്യഥ അറിയുന്നവനാണെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ദുഃഖം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, കഷ്ടപ്പാടുകൾ അറിയുന്ന ദൈവം, നിന്ദനവും അപമാനവും എന്താണെന്ന് അറിയുന്ന ദൈവം. അപ്പം മനുഷ്യൻ്റെ എല്ലാ വേദനിക്കുന്ന നിമിഷങ്ങളെയും സ്വന്തം ജീവിതത്തിൽ ആവാഹിച്ച് അനുഭവിച്ച ഒരു അവതാരമായിട്ടാണ് അവിടുന്ന് ഇവിടെ വന്നത്. അപ്പം അതുകൊണ്ട് അവിടുന്ന് വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദന അറിയാം, കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവൻ്റെ ആവശ്യം അറിയാം. അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ വ്യഥ അറിയുന്ന ദൈവം കരുണയുടെ സാഗരമായി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ കൃപയും സ്നേഹം ഏറ്റുവാങ്ങാനുള്ള മനുഷ്യൻ്റെ സാധ്യതയാണ് അവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. ശരിക്കും ഈ മനുഷ്യൻ്റെ വേദന എന്തെന്ന് അറിഞ്ഞ വേറൊരു മനുഷ്യന് ആ വേദനയ്ക്കൊരു ആശ്വാസം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം കിട്ടും. അപ്പോൾ ദൈവത്തിന് എന്തുമാത്രം ആശ്വാസം കൊടുക്കാൻ സാധിക്കും. ശരിയാണ്. ആ വേദന അറിഞ്ഞ മനുഷ്യൻ ദൈവത്തിൻ്റെ
അവതാരമായ മനുഷ്യനും കൂടി ആകുമ്പോൾ ദൈവം തന്നെയാണല്ലോ അതെ. അവിടെ ആശ്വാസം കൊടുക്കുന്നത്. അവിടെ മാത്രമേ ശരിയായിട്ടുള്ള ആശ്വാസവും സാന്ത്വനം ഒരാൾക്ക് കിട്ടുന്നുള്ളൂ, അല്ലാത്തൊക്കെ താൽക്കാലികമായിട്ട് പോവുകയുള്ളൂ. ഈ പാട്ടിൻ്റെ കമ്പോസിങ്ങിൽ ഏറ്റവും മ്യൂസിക്കലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനകത്തൊരു 7th കോഡ് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. നിസ, നീ പ്രയോഗം, അതിനെ നമ്മൾ വല്ലാത്തൊരു ടെൻഷൻ അപേക്ഷിച്ച് ഒരു തൃപ്പാദത്തിങ്ങ് നിൽക്കുമ്പോണ്ടല്ലോ, ആ സായിലോട്ട് എത്താതെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ടെൻഷനാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു ഭംഗി. അത് സംഗീത സംവിധായകൻ്റെ ഒരു മിഴിവ് തന്നെയാണ്. അതിന് എന്തെല്ലാം അഡാപ്റ്റേഷൻ പുള്ളി എവിടെ നിന്നെല്ലാം എടുത്താലും അതിന് ഫൈനൽ റിസൾട്ട് സൂപ്പർ പാട്ടുണ്ട്. നമുക്കതിൻ്റെ അനുപല്ലവി കൂടെ ഒന്ന് കേട്ട് നോക്കാം. കുരിശിൽ നിന്നു പെയ്യുന്നു അമൃതമായി സ്നേഹമേവരിലും, കുരിശിൽ നിന്നു പെയ്യുന്നു അമൃതമായി സ്നേഹമേവരിലും, സഹജമായുള്ള തിന്മകൾ നിന്റെ കൃപകളാൽ മാഞ്ഞു പോയി, സഹജമായുള്ള തിന്മകൾ നിന്റെ കൃപകളാൽ മാഞ്ഞു പോയി, പരിപൂർണ സൗഖ്യമേകി നീ, ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ, ദയാസാഗരം നീ. അനുപല്ലവി കേട്ടപ്പോൾ കുരിശിൽ നിന്ന് പൊഴിയുന്ന അമൃതമായ സ്നേഹം, തികച്ചും ഭാരതീയമായ ഒരു പ്രയോഗമാണല്ലോ അച്ഛൻ നടത്തിയത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാവോ? അമൃത് അനശ്വരതയുടെ ഒരു പ്രതീകമാണ്, നിത്യയൗവനത്തിൻ്റെ പ്രതീകം. അപ്പോൾ യേശുവിൻ്റെ കുരിശിലെ ആ കരുണാമയമായ സ്നേഹത്തിന് ആ ഒരു അനന്തതയുടെ അനശ്വരതയുടെ എല്ലാം വലിയൊരു ശക്തി, വലിയൊരു സാധ്യത കൊണ്ടിരുന്ന നിത്യസ്നേഹത്തിൻ്റെ ഒഴുക്കാണല്ലോ. അതുപോലെ തന്നെ അമൃത് മരുന്നാണ്, ദിവ്യൌഷധമാണെന്നൊക്കെ അല്ലേ പറയുന്നത്? അതെ, അത് പ്രതീകമാണ്, സൗഖ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്. അപ്പോൾ കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹത്തെ വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് പറയാം. തേനായിട്ടൊഴുകുന്നെന്നോ, കാവ്യഭാഷയിൽ എങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്ക് നന്നായിട്ട് തോന്നിയത് അമൃതമായി പൊഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ പ്രയോഗിക്കാൻ കാരണം. ആ അമൃതിൻ്റെ സാധ്യത, അപ്പോൾ സൗഖ്യം നൽകുന്നതാണ്, പുനരുജ്ജീവിപ്പിക്കുന്നതാണ്, അത് അനന്തതയും നിത്യതയും നൽകുന്നതാണ്. ആ സ്നേഹം അറിയുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവും ഉന്മേഷവും സൗഖ്യവും നിത്യതയുടെ അനുഭവം എല്ലാം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞു വരുന്ന അവരിലെ സഹനത്തെ പറ്റിയല്ലേ വെച്ച് പറയുന്നത്? അതെ അതെ, കുരിശിൽ നിന്ന് പൊഴിയുന്ന ഈ അമൃതമായ സ്നേഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പം വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, സഹജമായ എല്ലാ ബലഹീനതകളും ആ വ്യക്തിയിൽ നീങ്ങിപ്പോകുന്നു. ഉദാഹരണത്തിന് സൗഖ്യം കിട്ടുമ്പോൾ ആരോഗ്യം വരുന്നു. അപ്പോൾ ആ ആരോഗ്യത്തിൻ്റെ ഫലമായിട്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിയിലെ മുറിവുകൾ ആന്തരികമായ പല ബലഹീനതയിലേക്ക് ആ വ്യക്തിയെ നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തും, സൗഖ്യം കിട്ടിയവനെ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം മുറിവേറ്റ് സൗഖ്യപ്പെട്ടവൻ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരുപാട് കുറവുകൾ ജീൻസ് വഴി പോലും കടന്നു വന്നിട്ടുണ്ട്, കഴിഞ്ഞ തലമുറയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ നിസ്സഹായത, ബലഹീനത, പോലീസിലെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, നന്മയല്ല, അതെ, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. അപ്പോൾ ആ ഒരു ബലഹീനതയിലിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആ ആളിനെ രൂപാന്തരപ്പെടുത്താൻ
സഹജമായുള്ള എല്ലാ ബലഹീന വാസനകളെയും ഇല്ലാതാക്കി കൃപയുടെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആ വ്യക്തിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈശോയുടെ ആ സ്നേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ക്ലിയർ അയച്ചു. നമുക്ക് ചരണം ഒന്ന് കേട്ട് നോക്കാം. പവിഴം പോലെ മിന്നുന്നു സുഹൃതികൾ രോഗശയ്യയിലും, പവിഴം പോലെ മിന്നുന്നു സുഹൃതികൾ രോഗശയ്യയിലും, സഹനമാകുന്ന ജ്വാലയിൽ നിന്റെ തിരുമുഖം നോക്കി നിന്നു, സഹനമാകുന്ന ജ്വാലയിൽ നിന്റെ തിരുമുഖം നോക്കി നിന്നു, അഭിഷേകമേറ്റു ഞാനും ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ, ദയാസാഗരം നീ. ഇതിൻ്റെ ചരണത്തിൽ അച്ഛൻ എഴുതി വച്ചിരിക്കുന്നത് എത്ര കാവ്യഭാവനയാണ്. പവിഴം പോൽ മിന്നുന്നു സുഹൃതികളും. പവിഴം എവിടുന്നാണ് ഉണ്ടാവണേന്ന് നമുക്കറിയാമല്ലോ, അതൊന്ന് വിശദീകരിക്കാൻ വെച്ചാൽ. പവിഴം പോലെ മിന്നുന്നു സുഹൃതികൾ രോഗശയ്യയിലും. അതെ. അപ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോഴും സുഹൃതികൾ അവരുടെ സ്വഭാവത്തിൻ്റെ നന്മയെ പ്രകാശിപ്പിക്കും. ശരിയാണ്, അവരുടെ ശരീരം ഈ വാർദ്ധക്യം കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ തീർച്ചയായിട്ടും വല്ലാതെ രൂപപ്പെട്ടിരിക്കാം. ഈ പവിഴം വരുന്നത് എവിടുന്നാണ്? ഒരു പുറ്റാണല്ലോ പറയണേ. പുറ്റിൽ നിന്നാണ്. അതെ. അപ്പോൾ പവിഴപ്പുറ്റെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ പുറ്റ് എന്ന് പറയുന്നത് ചെതൽപ്പുറ്റ്, ഇതൊക്കെ അതിനൊരു ബാഹ്യമായ രൂപമുണ്ടല്ലോ, വളരെ ആകർഷകത്വമില്ലാത്ത ഒരു രൂപം. അതെ അതെ. അപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്നവർ പൊതുവെ ആരെയും ആകർഷിക്കുന്ന സെലിബ്രിറ്റീസ് അല്ല. അവർ ക്ഷയിച്ചവരും രോഗം കൊണ്ട് അവശരായവരും തളർന്നവരും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ സുഹൃതികൾ, ദൈവത്തിൻ്റെ കൃപകൾ നിറഞ്ഞവർ, അവരുടെ വ്യക്തിത്വം അവിടെ പ്രകാശിക്കും. ഈ വ്യക്തിത്വത്തിൻ്റെ ആ ആകർഷണവും പ്രകാശനവും ആളുകളെ അടുത്ത് നിൽക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വെച്ചാൽ ഞാനിപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. എൻ്റെ ഫാദറിൻ്റെ പെങ്ങൾ ആൻറ്റി ഒരു കന്യാസ്ത്രീയായിരുന്നു, മരിച്ചുപോയി. വളരെ പീഡകൾ സഹിച്ച അവസാന കാലത്ത് മരിച്ചത്. പക്ഷേ ഈ സിസ്റ്ററെ കാണാൻ ചെല്ലുന്ന എല്ലാവരോടും മോനെന്താ വിശേഷം, നമ്മുടെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു ചിരിയൊക്കെ നടത്തി വളരെ ആർക്കും പുള്ളിക്കാരത്തെ പരിചരിക്കാൻ ഇഷ്ടം തോന്നും. ഞാനിപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് വളരെ ദൈവകൃപയുള്ള ഒരാളായിരുന്നത്. അതാണ് പവിഴം പോലെ മിന്നുന്ന സുഹൃത്തുക്കൾ രോഗശയ്യയിലും. അതുപോലെ തന്നെ ഈ സഹനമാകുന്ന തീജ്വാലയിൽ ആ ശരീരം സഹനത്തിൽ ജ്വലിച്ച് നിൽക്കുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടും. അതാണ് സഹനമാകുന്ന ജ്വാലയിൽ നിന്റെ തിരുമുഖം ഞാൻ കണ്ടു എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അൽഫോൻസാമയുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടല്ലോ, രാത്രി മുഴുവനും രോഗത്തിൻ്റെ വേദനയും വലിയ പ്രലാപവുമായിട്ട് കഴിഞ്ഞു പോയ ഒരു രാത്രി, നേരം വെളുത്തപ്പോഴാണ് അഭിവന്യ പിതാവ് വന്ന് ചോദിക്കുകയാണ്, നീ രാത്രിയിൽ ഉറങ്ങിയില്ല എന്ന് ഞാൻ അറിഞ്ഞു. അൽഫോൻസ, നീ എന്ത് ചെയ്യുമായിരുന്നു? അൽഫോൻസയുടെ മറുപടി, ഞാൻ ഈശോയെ സ്നേഹിക്കുകയായിരുന്നു. അപ്പോൾ സഹനത്തിൻ്റെ നടുവിൽ ഞാൻ സ്നേഹിക്കുകയായിരുന്നു. അപ്പോൾ സഹനത്തിൻ്റെ തീജ്വാലയിൽ അഭിമുഖം ദൈവത്തെ കാണാനും ദൈവത്തോട് അഭിരമിക്കാനും സാധിക്കുന്ന ഒരു കൃപയുണ്ട്. അപ്പം എന്നാൽ ശരീരത്തിൻ്റെ സുഖവും ശരീരത്തിൻ്റെ സൗന്ദര്യവും എല്ലാം വലിയ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ ഈ ഒരു സാധ്യത അവിടെ ഇല്ലാതെ പോകുന്നു. തീർച്ചയായിട്ടും അതെ. ഗോതമ്പോണി നിലത്ത് വീണ് അഴിയുമ്പോഴാണ് ജീവൻ പുറത്തു വരുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ അഴിയുമ്പോൾ പുറത്തു വരണ ദൈവിക ജീവനാണ് നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത്. മുത്ത്, അതാണ് പവിഴം. ചിപ്പിനകത്ത് എന്ന് പറഞ്ഞ പോലെ ഈ പുറ്റിനകത്ത്
ഒളിഞ്ഞിരിക്കുകയത്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്നതിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഈ പുറ്റൊന്ന് പൊട്ടണം എന്നുള്ളതാണ്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാച്ചോ. ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ. കുരിശിൽ നിന്നു പെയ്യുന്നു അമൃതമായി സ്നേഹമേവരിലും. കുരിശിൽ നിന്നു പെയ്യുന്നു അമൃതമായി സ്നേഹമേവരിലും. സഹജമായുള്ള തിന്മകൾ നിന്റെ കൃപകളാൽ മാഞ്ഞു പോയി. സഹജമായുള്ള തിന്മകൾ നിന്റെ കൃപകളാൽ മാഞ്ഞു പോയി. പരിപൂർണ സൗഖ്യമേകി നീ. ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ. പവിഴം പോലെ മിന്നുന്നു സുഹൃതികൾ രോഗശയ്യയിലും. പവിഴം പോലെ മിന്നുന്നു സുഹൃതികൾ രോഗശയ്യയിലും. സഹനമാകുന്ന ജ്വാലയിൽ നിന്റെ തിരുമുഖം നോക്കി നിന്നു. സഹനമാകുന്ന ജ്വാലയിൽ നിന്റെ തിരുമുഖം നോക്കി നിന്നു. അഭിഷേകമേറ്റു ഞാനും. ദയാസാഗരം നീ, വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ. ഈ സഹന ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു മുത്ത് എല്ലാവർക്കും തന്നുകൊണ്ട് ജീവിക്കാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഈ മനോഹര രചനയ്ക്ക് അച്ഛന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.
അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. ദയാസാഗരം നീ വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം നീ വ്യഥയറിയുമെൻ ദൈവമേ, തിരുവചനമായി ഭൂമിയിൽ അവതാരമായ നാഥ. ദയാസാഗരം